പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. ഒരു ദിവസം ഒരു സന്യാസി നദിയിൽ തൻ്റെ ചെറുവള്ളത്തിലിരുന്ന് നിശബ്ദം ധ്യാനിക്കുകയായിരുന്നു. നദിയുടെ നിശബ്ദതയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും ശാന്തമായിരുന്നു. പെട്ടെന്ന് മറ്റൊരു വള്ളം തൻ്റെ വള്ളത്തിൽ ഇടിച്ചതായി അദ്ദേഹത്തിന് മനസ്സിലായി. കണ്ണു തുറന്നില്ലെങ്കിലും ഉള്ളിൽ അസ്വസ്ഥതയും കോപവും വളരുന്നത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആരെങ്കിലും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവർക്ക് എന്നെ ഇവിടെ കാണാൻ കഴിയുന്നില്ലേ? എൻ്റെ ധ്യാനത്തെ തടസ്സപ്പെടുത്താൻ അവർക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? അദ്ദേഹം അസ്വസ്ഥനായി. ഇങ്ങനെ അശ്രദ്ധനായി വള്ളം തുഴയുന്നവനാര്? കോപാകുലനായി കണ്ണുകൾ തുറന്ന സന്യാസി മറ്റേ വള്ളം ശൂന്യമാണെന്ന് തിരിച്ചറിഞ്ഞു. അത് കരയിലെ കെട്ടഴിഞ്ഞ് തടാകത്തിൽ ഒഴുകി നടക്കുന്ന ഒരു വള്ളമായിരുന്നു. ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കോപവും നിരാശയും അപ്രത്യക്ഷമായി. ആരോടാണ് ദേഷ്യപ്പെടുക? ആരെയാണ് കുറ്റപ്പെടുത്തുക? ഒരൊഴിഞ്ഞ വള്ളത്തോട് എന്തു പറയാൻ? ഒരു വള്ളത്തിൽ ആരുമില്ലെങ്കിൽ അതിടിച്ചാലും നമ്മൾ ദേഷ്യപ്പെടില്ല. പക്ഷെ അതിലൊരാൾ ഉണ്ടെന്ന് കരുതുമ്പോൾ മാത്രമാണ് ദേഷ്യമുണ്ടാകുന്നത്. അദ്ദേഹം ചിരിച്ചു. ഓർക്കുക, ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള എണ്ണമറ്റ കൂട്ടിയിടികൾ നേരിടേണ്ടി വരും. ആളുകളുമായി, പരിതസ്ഥിതികളുമായി, നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള യാദൃച്ഛിക സാഹചര്യങ്ങളുമായി. ഈ കൂട്ടിയിടികളിൽ ഓരോന്നും നമ്മെ കോപം, സമ്മർദ്ദം, നിരാശ എന്നിവയാൽ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കും. എല്ലാ കൂട്ടിയിടിക്കും പിന്നിൽ വ്യക്തിപരമായ ഉദ്ദേശമുണ്ടെന്ന് കരുതുമ്പോഴാണ് ദേഷ്യം ജനിക്കുന്നത്. മനസ്സ് ശൂന്യമാക്കി മുൻവിധികൾ ഒഴിവാക്കിയാൽ ജീവിതം ലഘുവാകും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉരസൽ അനുഭവപ്പെടുകയും നിങ്ങളുടെ നെഗറ്റീവ് വികാരങ്ങൾ വളരുകയും ചെയ്യുമ്പോൾ ഒരു നിമിഷം സ്വയം ചോദിക്കുക, ഞാനൊരു ഒഴിഞ്ഞ വള്ളത്തിനോട് ദേഷ്യപ്പെടുകയാണോ? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഒന്നിടവിട്ട ദിവസങ്ങളിലും ഒരു പുതിയ കഥയുമായി ഞാനുണ്ടാകും നിങ്ങളോടൊപ്പം.